ഇറച്ചിക്കറിക്കണ കന്നാലിലേക്ക് പോലും കൗത്തി കത്തിവെക്കുന്നതിന് മുമ്പ് അണ്ണാക്കാരെ കഴിച്ച് വെള്ളം കൊടുക്കും. ഞങ്ങൾക്ക് വേണ്ടത് ആ കുടിവെള്ളമല്ല, പീരങ്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് അവസാനമായിട്ട് പറയാനുള്ളത് കേൾക്കാൻ ഈ പട്ടാള കോടതി കഴിവുണ്ടോന്നാണ്. ചെയ്ത കുറ്റം മറയ്ക്കാനാണെങ്കിൽ മെനക്കെടണ്ട. എന്ത് കുറ്റം? ഈ നാട്ടിൽ പെറ്റു വളർന്ന ജനങ്ങളെ പൊറുതി മുട്ടിച്ച സായിപ്പന്മാർക്കെതിരായിട്ട് ആയുധം എടുത്ത കാര്യം ശരിയാണ്. ഈ നാട്ടുകാരെ വെള്ളക്കാരൻ ഒറ്റിക്കൊടുത്ത ചില നാട്ടുകാരെ കൊന്ന കാര്യവും നമ്മൾ മറക്കണില്ല. പക്ഷെങ്കില് ഇവിടെ വായിച്ചു കേട്ട കുറ്റപത്രത്തിൽ പറഞ്ഞ ചെലിക്ക് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാനും ഓലെ കൊള്ളയടിക്കാനും ഈ കിലാപത്തേറി പോയിട്ടില്ല. ഹിന്ദുക്കളെ കൊന്നിട്ടില്ലെന്നാണോ? ഉണ്ട്. വിവരം കെട്ട തെമ്മാടികളും കൊള്ളക്കാരും ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി മയ്യത്തായ മാപ്പിളമാരെക്കാൾ എണ്ണത്തിൽ കൂടുതൽ ഹിന്ദുക്കൾ മരിച്ചിട്ടുണ്ടാവും. തീവണ്ടിക്കുള്ളിൽ ശ്വാസം മുട്ടി പ്രാണനൊടുക്കിയവരെക്കാൾ കൂടുതൽ ശവം ദൂരക്കണത്തിൽ ചത്തിവീർത്തിട്ടുണ്ടാവും. ആ തെറ്റിന് പഴിചാരേണ്ടത് പൂക്കോട്ടൂരും തിരുരങ്ങാടിലും പാണ്ടിക്കാട് ചന്തപ്പുരയിലും നാടിനു വേണ്ടി പൊരുതി മരിച്ച ധീരന്മാരെ അല്ല. ആ കുറ്റത്തിന് തൂക്കിലിടേണ്ടത് ആലി മുസ്ലിയാരെ അല്ല. വെടിവെക്കേണ്ടത് ഈ നിൽക്കുന്ന വാരിയാൻകുന്നത്ത് കുഞ്ഞമ്മളാജിയല്ല. ആ തെറ്റിന് ശിക്ഷിക്കേണ്ടത് ഹിന്ദുവിനെയും മുസൽമാനെയും അല്ല. ഈ മണ്ണ് ചോര കൊണ്ട് നടത്തെടുത്ത് ബ്രിട്ടീഷ് നായിന്റെ മക്കളെ അവന്റെയൊക്കെ ചെരുപ്പ് നോക്കി ഖാൻ ബഹദൂറും റാവു ബഹദൂറും പട്ടം വാങ്ങിയ അന്നപ്പോലുള്ള നാടൻ ചെറ്റകളെയാണ്ട. സാജൻ, ഇനി വാരിയംകുന്നത്തിന് അവസാനമായി വല്ലതും പറയാനുണ്ടോ? പൊന്നേമ്മണ്ട്. ഇങ്ങനെ പട്ടാളക്കാര് നമ്മളെ പിടിച്ചപ്പോ നമ്മുടെ താടിമീശയിലുള്ള ഒരുപാട് രോമങ്ങൾ ഐറ്റങ്ങൾ പറിച്ചെടുത്തേക്കണം. നമ്മുടെ മേലിൽ ഇനിയും രോമുണ്ട്. വെടിവെക്കുന്നതിന് മുമ്പ് അതുകൂടെ പറിച്ചെടുക്കാൻ നിങ്ങളെ ഈറ്റങ്ങൾക്ക് കൽപ്പന കൊടുക്കേ. തോന്നിയാസം പറഞ്ഞാൽ നിന്റെ നാവാവും പിഴുതെടുക്കുക. അതിനെന്റെ ബാപ്പ കാരണവന്മാര് കൂടെ കയ്യിലുള്ള നമുക്ക്